ഹലോ എവരിവൺ, മിസ്റ്റർ ഇലക്ട്രോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി അൺബോക്സിംഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ പോലെയല്ല, ഇപ്പോൾ നമ്മളിന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ടെക് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷൗമിയുടെ ഒരു ട്രിമ്മറാണ്. അപ്പോൾ നമുക്ക് ലാഗ് അടിപ്പിക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ ട്രിമ്മർ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ട്രിമ്മർ ഷൗമിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഇതാണ്, ഷൗമി ബിയർഡ് ട്രിമ്മർ 2C. ഇതൊരു ഹൈ പ്രിസിഷൻ ട്രിമ്മറാണ്. പിന്നെ ഇവിടെ കുറച്ച് സ്പെക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 0.5 mm പ്രിസിഷൻ, 40 ലെങ്ത് സെറ്റിങ്സ് വരെ ഇതിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് ചാർജിങ് ഉപയോഗിക്കുന്ന USB Type-C തന്നെയാണ്, നമ്മുടെ മൊബൈലിലുള്ള ചാർജർ തന്നെ. പിന്നെ ഇവിടെ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 90 മിനിറ്റ് വരെ റൺ ടൈം കിട്ടുന്നതായിരിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഇതാണ് നമ്മുടെ ട്രിമ്മർ. പിന്നെ ഒരു കവറാണ്. പിന്നെ ബാക്കിയുള്ള സാധനമൊക്കെ എടുക്കാം. ഇത് നമ്മുടെ അതിൻ്റെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ നമുക്കൊരു Type-C ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ക്ലീനർ തന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കുള്ളത് ഒരു യൂസർ മാനുവലാണ്. ഇത് ആർക്കും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കളയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ട്രിമ്മർ നോക്കാം. ഈ ട്രിമ്മറിൽ ഇവിടെ ഒരു നോബ് ഉണ്ട്. ഈ നോബ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത് കൺട്രോൾ ചെയ്യാനാണ്. പിന്നെ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെ 3 LEDs ഉണ്ട്. കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. ഇവിടെ 3 LEDs ഉണ്ട്. തന്നെ ഈ ഒരു 3 LEDs നമ്മുടെ പവർ കാണിക്കുന്നതായിരിക്കും എത്രത്തോളം ഉണ്ടെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഓണാക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓണാവും, അല്ലാണ്ട് വേറെ സെറ്റിങ്സ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഈ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെ ഫുൾ ചാർജറാണ് ഞാൻ. അതുകൊണ്ട് ഇത് 3 LED കത്തുന്നുണ്ട്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാനുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ വർക്കിങ്ങിലാണ്. നമ്മളിപ്പോൾ വല്ല മുടി വല്ല ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതൊക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ താടി അങ്ങനെ വല്ലതും അല്ലെങ്കിൽ മുടി, തലമുടി അങ്ങനെയൊക്കെ മുറിക്കുകയാണെങ്കിൽ ഇതൊക്കെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ട്രിമ്മറിനൊപ്പം നമുക്ക് 2 അറ്റാച്ച്മെൻ്റ് ആണ് കിട്ടുന്നത്. ഇത് 2 വേറെ വേറെ ഉപയോഗമാണ്. അപ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഉപയോഗിക്കുന്നത് 0 mm to 10 mm അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഇതായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ 10 mm മേലെയും 40 mm വരെ അങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു ട്രിമ്മറായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ USB Type-C ചാർജർ നോക്കാം. ഇത് സാധാ പോലെ നമ്മുടെ മൊബൈലിലെ ചാർജർ പോലെ Type-Cയും ഇവിടെ A-Type USB ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സ്ഥലം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ പക്ഷേ ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സ്ഥലം വരും. നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഈ ഒരു ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ മൊബൈലിലൊക്കെ മറ്റേ ചാർജറിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാവുന്നതാണിത്. അപ്പോൾ നമുക്ക് അടുത്തത് ഇതിൻ്റെ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. നമുക്കപ്പോൾ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റുകൾ നോക്കാം. അപ്പോൾ ഇത് 0 to 10 mm ആണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഹോള് ഭാഗം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു നോബ് നിങ്ങൾ 0.5 ഇടേണ്ടത്. അതായത് 1-ന്റെ ഇപ്പുറത്തുള്ള ഭാഗം, 1-ന്റെ ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാനുണ്ടാവും ആ ഒരു കുത്തിലായിരിക്കണം നിങ്ങൾ ഇത് ഇട്ടുണ്ടാവുക. അല്ലെങ്കിൽ അത് കണക്റ്റ് ആവില്ല എന്നതിലേക്ക്. ഇനി നിങ്ങൾ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ആക്കുക. ഇതിങ്ങനെ ഒന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ സാധനം കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഇത് കണക്റ്റഡ് ആണ്, കണ്ടില്ലേ. നിങ്ങൾക്ക് ഊരണമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, സാധനം ഊരി വന്നോളും. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ചെറിയ മുടികളൊക്കെയാണ് വെട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ വെട്ടാം. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മുടിയൊക്കെയാണ് നമ്മുടെ തലയിലത്തെ മുടിയൊക്കെയാണ് വെട്ടണമെങ്കിൽ ഇത് കണക്ട് ചെയ്യേണ്ടി വരും. ഇത് കണക്ട് ചെയ്യാം. നമുക്ക് മറ്റേതും കൂടി അതേപോലെ കണക്ട് ചെയ്യാം. ഇത് സെയിം തന്നെയാണ് വരുന്നത്. ഇത് സാധാ പോലെ കണക്ട് ചെയ്യാം. അതേപോലെ കണക്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ,
അങ്ങനെ തന്നെ അതെങ്ങനെയാണോ കണക്ട് അതെങ്ങനെ ഊരിയത് അതേപോലെ തന്നെ ഊരാൻ പറ്റും. കണ്ടില്ലേ, അത് ഊരെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെയാണെന്ന് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച് നോക്കാമെന്ന് കാണിച്ചു തരാം. ഈ ഒരു നോബ് അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് സാധാ പോലെ കണക്ട് ചെയ്യണം, നേരത്തെ കണക്ട് ചെയ്ത പോലെ. എന്നിട്ട് ഈ ഒരു പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഇത് വൈബ്രേറ്റ് ആവുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഈ ഒരു നോബ് റൊട്ടേറ്റ് ചെയ്യണതനുസരിച്ച് ഇതിങ്ങനെ മേലേക്ക് പൊന്തറ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. കണ്ടില്ലേ ഇപ്പം ഞാൻ ഇത് 10-ലിട്ടേക്കണം. കണ്ടില്ല, അപ്പം നമ്മൾ ഇത് ഇവിടെയായിരുന്നു, ഇത് ഇത്ര അധികം പൊന്തി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇട്ടേക്കുന്നത് മാക്സിലാണ്, 10-ലാണ് ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, ഇത് ഞാൻ കുറയ്ക്കും ദൂരം അവിടെ കുറയുന്നതായിരിക്കും. കണ്ടില്ലേ, കുറഞ്ഞു വരുന്നുണ്ടോ. ഇതേപോലെ നമുക്ക് മറ്റേതും പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ് ഞാൻ. എന്നിട്ട് മൂവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് മറ്റേതും കണക്ട് ചെയ്യണം ഇതേപോലെ തന്നെ. എന്നിട്ടും ഇതേപോലെ തന്നെ ഇതും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കണ്ടില്ലേ, കൂടി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇത് മാക്സിലാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും നീള ലെങ്ത്ത് നമുക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറയ്ക്കാനും പറ്റും. കുറയ്ക്കലനുസരിച്ച് കണ്ടില്ലേ കുറഞ്ഞ് ഇത് കയറി. അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് മുടിയൊക്കെ വെട്ടാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ മുടി വെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ മുടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിങ്ങൾ പുഷ് ചെയ്താൽ മതി. ഉണ്ടല്ലേ, ഇത് ഇതിൻ്റെ വൈബ്രേഷൻ മോട്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് വല്ല മുടിയൊക്കെ ഇരിക്കണമെങ്കിൽ ക്ലീനർ ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ മുടിയൊന്നും വെട്ടിയിട്ടില്ല, അതുകൊണ്ട് അധികം മുടിയൊന്നും ഇതിലുണ്ടാവില്ല. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. ജസ്റ്റ് ഇത് ഈ ഒരു മോട്ടർ ഈ ഒരു ഇതിനെ വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇങ്ങനെ മുടിയൊക്കെ മുറിഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ അമർത്താനാണ് ചെയ്യണത്. കുറച്ച് പാടാണ്, ഇത് കുറച്ച് നേരം എടുക്കും ഇത് പഠിക്കാൻ. അപ്പം നമ്മളത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കവറൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കവർ വരുന്നത്. നല്ല മെറ്റീരിയലാണ്. പിന്നെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഷൗമിയുടെ. പിന്നെ ഒരു പൗച്ച് പോലെയാണ്, ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇങ്ങനെ ജസ്റ്റ് തുറക്കാം, ഇത് ഇട്ട് നോക്കാം. ജസ്റ്റ് ഇതിങ്ങനെ ഇടാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളിത് നമുക്ക് എവിടേക്കൊക്കെ കൊണ്ടു നടക്കണമെങ്കിൽ കൊണ്ട് നടക്കാനുള്ളൊരു പോർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. ഇത് പിന്നെ വയേർഡ് അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പം നമ്മുടെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ കളഞ്ഞ യൂസർ മാനുവൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം. ഞാൻ അത് വായിച്ച് നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ തന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. കണ്ടില്ലേ, വെട്ടണ കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു യൂസർ മാനുവൽ തന്നെയാണ്. ഇതിൻ്റെ വാൾട്ടും ആംബിയറും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. റേറ്റഡ് ഇൻപുട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു മാനുവൽ വരുന്നത്, യൂസർ മാനുവൽ. അപ്പം നമുക്കിത് നമ്മൾ ആവശ്യമില്ലല്ലോ, നമ്മൾ എറിയാണ്. ഞാൻ ഒരു ട്രിമ്മർ ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇതിന് 1200 രൂപയായിരുന്നു. ഇതിൻ്റെ പിന്നെ ഒരു വലിയൊരു കിറ്റും കൂടി ഉണ്ട്. ആ കിറ്റിന് ഒരു ഏകദേശം 3000 രൂപ അത്രയൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കയറി വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമ്മുടെ ആർഡീനോ ഒരു LED വെച്ച് ഒരു ബട്ടൺ വെച്ച് എങ്ങനെ ഒരു LED കത്തിക്കുക എന്നുള്ളൊരു വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ആ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതിപ്പോഴും നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ ഇതേപോലെ ടെക് വീഡിയോസ് ഇടക്കിടക്ക് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടെക് വീഡിയോസും ഇലക്ട്രോണിക്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക്സ് കൂടുതലായിരിക്കും, ടെക് വളരെ കുറവായിരിക്കും. പക്ഷേ 2-3 വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ടെക് വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് മിസ്റ്റർ ഇലക്ട്രോക്സ് കമ്മിങ് സൂൺ ആൻഡ് സൈനിങ് ഔട്ട്.